അസ്സലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ലൈബ വ്ളോഗ്സ്. എല്ലാവർക്കും ലൈബ വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റാവത്തർ ബിരിയാണിയാണ്. നമ്മൾ പാലക്കാടൊക്കെ ഏകദേശം എല്ലാവരും ഈ ബിരിയാണി തന്നെയാണ് ഉണ്ടാക്കുക. പാലക്കാടൻ ബിരിയാണി തന്നെയാണ് ഉണ്ടാക്കുക. ഒരു റാവത്തർ ബിരിയാണിയാണ്. നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് 2 സബോള വേണം. പിന്നെ ഒരു 2-3 പച്ചമുളക് നിങ്ങൾക്ക് ആവശ്യത്തിന് എടുത്തോളൂ. പിന്നെ 2 വെളുത്തുള്ളി, 2 തുണ്ട് ഇഞ്ചി, പിന്നെ ചെറിയുള്ളി കുറച്ച് ഇങ്ങനെ ഒരു പിടി വേണ്ട, കുറച്ച് ആവശ്യത്തിന് എടുത്തോളൂ. പിന്നെ പുതിന, പിന്നെ കുറച്ച് നെയ്യ് വേണം, മുളക് പൊടി, പട്ടപ്പൊടി, ഉപ്പ്, ഒരു 5 തക്കാളി എടുത്തോളൂ. നമ്മൾ ഈ റാവത്തർ ബിരിയാണിയിൽ മെയിൻ തക്കാളിയാണ് കേട്ടോ. നല്ല പഴുത്ത തക്കാളി ഒരു 5 എടുത്തോളൂ. പിന്നെ പട്ട, പിന്നെ അതുപോലെ നമ്മളിന്ന് മട്ടൻ ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പോൾ അത് നമ്മൾ വേവിച്ച് വെച്ചതാണ് ബിരിയാണി അല്ല മട്ടൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക പറഞ്ഞാൽ നമ്മൾ കുക്കറിൽ ഇത് മട്ടൻ വേവിച്ചെടുത്തതാണ് കേട്ടോ. അതായത് 1 സ്പൂൺ മുളക് പൊടി, പട്ടപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് നമ്മൾ വേവിച്ചിട്ട് എടുത്തു. നമ്മൾ മട്ടൻ വേവിച്ച കുക്കറിൽ തന്നെയാണ് കേട്ടോ ബിരിയാണി വെക്കുന്നത്. കുക്കർ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ഓയിലും കുറച്ച് നെയ്യും ആഡ് ചെയ്യാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ, അതായത് ഓയിലും നെയ്യും ഒഴിച്ചിട്ടുണ്ട് നമ്മൾ. ഇനി അത് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് പട്ട ഇടുക കേട്ടോ. പിന്നെ 2 പച്ചമുളക്, അതിലേക്ക് കുറച്ച് സബോള ഇടുക. നമ്മൾ അരിഞ്ഞു വെച്ച സബോള അതിലേക്ക് ഇടുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇളക്കണം കേട്ടോ. നമ്മുടെ ബിരിയാണി നന്നായിട്ട് ഉള്ളിയൊക്കെ നല്ല വഴറ്റി വരണം. സബോള നല്ല വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിടുക. സബോള ഇട്ടു, ഒപ്പം തന്നെ ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി പേസ്റ്റ്, അതുപോലെ തന്നെ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റുക. നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് ഒരു പച്ചമണം ഉണ്ടാവും. അപ്പോൾ അത് മാറുന്നത് വരെയും ഇളക്കി കൊടുക്കണം. നമ്മുടെ മസാല നന്നായി വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ തക്കാളി നല്ല ചുവന്ന തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. കാരണം നമ്മുടെ ഈ റാവത്തർ ബിരിയാണി നല്ല ചുവന്ന കളറാണ്. അപ്പോൾ പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ ശ്രമിക്കുക. തക്കാളി വഴണ്ടി വരുന്ന നേരം കൊണ്ട് നമ്മളൊരു പാൻ വെക്കുക. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കും കേട്ടോ. ഇപ്പോൾ നെയ്യ് ചൂടായിട്ടുണ്ട്, നന്നായി ചൂടാവണം കേട്ടോ. നെയ്യ് നന്നായി ചൂടാവിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുളക് പൊടി ഇടുക, പട്ടപ്പൊടി ഇടുക. നന്നായിട്ടൊന്ന് ഇളക്കി വിടുക കേട്ടോ. എന്താ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. കാരണം ഇത് കരിഞ്ഞു പോകാൻ പറ്റില്ല. ഇത് കരിഞ്ഞു പോയാൽ നമ്മുടെ ബിരിയാണിയുടെ മണം തന്നെ അത് മാറും. ഇതെന്തായാലും ചെയ്യണം കേട്ടോ. ഇതൊരു റാവത്തർ ബിരിയാണിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ്. കാരണം ഇതിപ്പോൾ നമ്മൾ റാവത്തർ ബിരിയാണി പറയുമ്പോൾ ഒരു റെഡ് കളറാണല്ലോ, ഇത് ചുവന്ന കളർ പോലെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഇതിടണം. തക്കാളി നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മട്ടൻ ചേർക്കാം. വേവിച്ച് വെച്ച മട്ടൻ ചേർക്കാം. വേവിച്ച മട്ടനല്ലേ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ മസാലയിലേക്ക് ഈ മട്ടനൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. നമ്മൾ നേരത്തെ ചെയ്തു വെച്ച മസാലകൾ ഇതിലേക്ക് ചേർക്കുക. ഇത് നന്നായിട്ടിപ്പോൾ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ചേർക്കാം. ഇത് മട്ടൻ വേവിച്ച വെള്ളമാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ പാത്രത്തിലാണ് അരി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 1.5 പാത്രം വെള്ളം. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ അരി എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ 1.5 പാത്രം വെള്ളം വയ്ക്കുക. ഈ സമയത്ത് നിങ്ങൾ മുളക് നോക്കുക, ഉപ്പ് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഇടുക. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. നമ്മൾ അരി 10 മിനിറ്റ് വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇപ്പോൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു നാരങ്ങ ഒഴിച്ച് കൊടുക്കാം. ഫുള്ളാക്കി വെക്കണം. ഫ്ലെയിം ഫുള്ളാക്കി വെക്കണം. ഇനി അരിയും വെള്ളവും നമ്മൾ ഒരേ ലെവലെത്തുമ്പോൾ നമുക്ക് സിമ്മിലാക്കിയാൽ മതി. അതുവരെ ഫ്ലെയിം
ഇങ്ങനെ തന്നെ വെക്കണം. ഇപ്പം നമ്മൾ അരിയും വെള്ളവും ഒപ്പം വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു കിട്ടണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ബിരിയാണി ആകെ ഇതാവും. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഒന്ന് സിമ്മിലാക്കാം. ഈ ടൈമിൽ നമുക്ക് കുറച്ച് പുതിന ഇട്ട് കൊടുക്കാം. ഒരു ദോശക്കല്ല് വെച്ചിട്ട് അതിൻ്റെ മേലെ നമുക്ക് ദമ്മിലിട്ട് വെക്കാം. എന്തെങ്കിലും വെയിറ്റുള്ള സാധനം മേലെ വെക്കണം. നമ്മൾ 10 മിനിറ്റ് അടച്ച് വെച്ചതായിരുന്നു. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഒന്ന് ഇളക്കി നോക്കാം. ഇവിടെ ഇപ്പം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു ചോറൊന്ന് ഡ്രൈ ആണെന്ന് തോന്നിയാൽ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ബിരിയാണി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് സാലഡോ അച്ചാറോ പപ്പടം ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. ഇത് നമ്മുടെ ആദ്യത്തെ വ്ളോഗാണ് കേട്ടോ. അതിൽ കുറേ മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ടാവും. ഇനി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ബട്ടണൊക്കെ ഒന്ന് അടിച്ചോളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.